ഹലോ ടീം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമുക്കെങ്ങനെ ഈ ലിസ്റ്റിലുള്ള ഐറ്റംസിനെ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ഒരു ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്കറിയാം എല്ലാവർക്കും റോൾ നമ്പർ ഉണ്ടാവും. പക്ഷെ ക്ലാസ്സിൽ ഇരിക്കുന്നത് റോൾ നമ്പറിൻ്റെ ബേസിലല്ല ഇരിക്കുക. ക്ലാസ്സിൽ സ്റ്റുഡൻസ് ചിലപ്പം ഹൈറ്റിൻ്റെ ബേസ് ചെയ്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവാം. ഷോർട്ടായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ ഏറ്റവും മുമ്പിലും ഹൈറ്റ് കൂടിയിട്ടുള്ള ആൾക്കാർ ഏറ്റവും ബാക്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പല വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയൻ്റെ ബേസ് ചെയ്തായിരിക്കും. അപ്പം ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ചിലപ്പം ടീച്ചേഴ്സ് പറയും നിങ്ങൾ റോൾ നമ്പറിൻ്റെ ബേസിൽ നിൽക്കണം, ക്യൂ ആയിട്ട് നിൽക്കണം എന്ന് പറയും. അപ്പോൾ അവിടെ ശരിക്കും റോൾ നമ്പർ 1 ഉള്ള ആൾ ഏറ്റവും ഫ്രണ്ടിൽ, റോൾ നമ്പർ 2 ഉള്ള ആൾ അവരെ തൊട്ട് ബാക്കിൽ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. റോൾ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നിൽക്കും. ചിലപ്പം ഉണ്ടാവുക ഇപ്പം എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൈസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ചിലപ്പം പറയാം നിങ്ങൾ മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ നിൽക്കാൻ പറയും. മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതേക്കാണ് പോകുന്നത്, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർക്കാണ് പോകുന്നത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, വലിയ നമ്പർ ആദ്യം, ഏറ്റവും കൂടുതൽ മാർക്കുള്ളതിന് ഫസ്റ്റ്, അതിന് മാർക്ക് കുറഞ്ഞ അതിന് തൊട്ട് ബാക്കിൽ, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ മേലോട്ട്, ചെറുതിൽ നിന്ന് മേലോട്ട് പോകുന്നത്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെന്ന് താഴോട്ട് വരുന്നത്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴോട്ട്, മേലെന്ന് താഴോട്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ നമ്പറിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പൈത്തണിൽ നമുക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൻ്റെ വേരിയബിൾ ഡോണ്ട് സോർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടല് ഇതിനെ ഈ ലിസ്റ്റിനെ പിടിച്ച് അവർ സോർട്ട് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ 1, 12, 34, 44, 91, 99 എന്നെല്ലാം പറഞ്ഞിട്ട് കറക്റ്റ് ഓർഡറിൽ അതിന് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് അസെൻഡിങ് ഓർഡറില്ല, ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിലോ അതിന് ഞാൻ ചെയ്യുന്നത് ഇവിടെ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓപ്പോസിറ്റിലാണോ ആണെന്നുള്ള നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് ആക്കിയിട്ട് തരും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി എൻ്റെ ഡാറ്റ ഇതിപ്പോൾ ഒരു ന്യൂമറിക് ഡാറ്റ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈസി ആയിട്ടുള്ളത്. ഇപ്പം എൻ്റെ അടുത്തുള്ള ഡാറ്റ ലെറ്റ്സ് അതുപോലത്തെ ഒരു പ്രോഡക്റ്റിൻ്റെ ഡാറ്റ ഒക്കെ ആണെങ്കിലോ, നമ്മൾ fakestore.api.com എന്ന് എടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡാറ്റയാണത്. അപ്പം ഇതുപോലത്തെ ഒരു ഡാറ്റ ഒക്കെ ആണെങ്കിലോ ഞാൻ ഇവിടെ വന്നിട്ട് പ്രോഡക്ട്സ് ഈക്വൽ ടു ഇതുപോലത്തെ ഒരു ഡാറ്റ ആണെങ്കിലോ, ഇങ്ങനത്തെ എല്ലാം ഡാറ്റ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. എനിക്കിതിലെ ഈ ലിസ്റ്റിനെ ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ട് എനിക്ക് സോർട്ട് ചെയ്യണം. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉള്ളതിനെ ആദ്യം, ഏറ്റവും പ്രൈസിൻ്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ. അപ്പോൾ ഞാൻ ആദ്യം അസെൻഡിങ് ഓർഡറിൽ ഞാൻ സോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫീൽഡാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഫിൽറ്ററിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രോഡക്ട്സ് ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എനിക്ക് കീ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ സോർട്ട് ബൈ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. പ്രൈസ് എന്ന് പറയുന്നതാണ് അത് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി ഞാനിതിനെ ഇവിടെ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ
പ്രൈസ് 15.99 ഉള്ളത് ഏറ്റവും ഫസ്റ്റും, പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് പ്രൈസ് 695 ഉള്ളതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ പക്ഷേ ഉള്ളത് 109 ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പം ഇതിൽ പിന്നെ ഈ ഒരു ഓർഡറിൽ അപ്പോൾ അവർ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 109, 22, 55, 15.99 ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇതുള്ളത്. അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിലാണ് ഇതിനെ സോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിവേഴ്സ് ഈക്വൽ ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉള്ളത് ഫസ്റ്റ് വരും. അപ്പം ഇതിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഉള്ളതായിരിക്കും ഫസ്റ്റ് വന്നിട്ടുണ്ടാവാം. $695 ആണ്, അതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ ഹയസ്റ്റ് പ്രൈസ് ഉള്ളതാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് ഡാറ്റ ആണെങ്കിലും സിമ്പിൾ ഡാറ്റ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ സോർട്ട് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യാൻ പറ്റും. നോർമൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ അരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്ട്രിങ്ങിൻ്റെ ലിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ കീ ഈക്വൽ ടു നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളിവിടെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്നുള്ള ഡാറ്റൻ്റെ ഏത് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഡിക്ഷണറിയാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് അവർ സോർട്ട് ചെയ്യും. അതിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഡിസെൻഡിങ് ഓർഡറിൽ ആക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ.